അപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് അവതരണം പൂർത്തിയായി. സാധാരണഗതിയിൽ അത്ര സമയമെടുത്ത് അവതരിപ്പിക്കുന്ന ആളല്ല ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇക്കുറി ദീർഘമായ സമയമെടുത്തു. സാധാരണഗതിയിൽ അങ്ങനെ മുന്നവച്ച രാഷ്ട്രീയ പരാമർശങ്ങൾ കെ.എൻ. ബാലഗോപാൽ ബജറ്റിൽ ഉണ്ടാവാറില്ല. ഇക്കുറി അതും ഉണ്ടായി. ഈ പറഞ്ഞ മതം എന്നൊക്കെ പറയുന്ന പ്രതികരണം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെ ബന്ധപ്പെടുത്തിയ ഉറപ്പായും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ടുകൂടിയാണ് അതുണ്ടാവുന്നത്. അതിലുപരി ഈ പറയുന്ന ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപനം, അഷ്വേർഡ് പെൻഷൻ പ്രഖ്യാപനം ഒക്കെയാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, അത് ഈ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ബാധകമാണോ എന്ന് അടക്കം വ്യക്തത വരട്ടെ. ഏപ്രിൽ മുതൽ അഷ്വേർഡ് പെൻഷൻ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ പലപ്പോഴും അവരുടെ പേരെടുത്തൊരു പരാമർശം ബജറ്റിലുണ്ടാവില്ല. പക്ഷേ ഇത്തവണ നമ്മുടെ ഓട്ടോറിക്ഷ പഞ്ചായത്തുകൾ തലത്തിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ അതൊരു സ്മാർട്ട് ഓട്ടോ സ്റ്റാൻഡുകളായിട്ട് മാറ്റുക. ഒപ്പം തന്നെ 2% പലിശയ്ക്ക് ഈ ഓട്ടോറിക്ഷയിലേക്ക് മാറാനായിട്ട് അവർക്കൊരു അവസരം നൽകുക. അങ്ങനെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പേരെടുത്ത് പറഞ്ഞ് ചില കാര്യങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബജറ്റിൽ. പരിവർത്തിത ക്രൈസ്തവർ ചില പ്രഖ്യാപനങ്ങൾ, അങ്ങനെ നമ്മൾ എപ്പോഴും കേൾക്കാത്ത ചില പ്രഖ്യാപനങ്ങൾ കൂടി, ഒരിക്കൽ പോലും അങ്ങനെ പേരെടുത്ത് പറയാത്ത ചില വിഭാഗങ്ങളെ ഇത്തവണ ബജറ്റിൽ പരിഗണിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയാം. അഷ്വേർഡ് പെൻഷൻ തന്നെയാണ്. അഷ്വേർഡ് പെൻഷൻ, ഈ പങ്കാളിത്ത പെൻഷനിൽ നിന്നുള്ള പിന്മാറ്റം ഒരുപാട് സംഘടനകൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ എന്ന് പറഞ്ഞാൽ അഷ്വേർഡ് പെൻഷൻ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ പോലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ. പകുതി സർക്കാരാണ്. അതുപോലെ തന്നെ അത് ഷെയർ മാർക്കറ്റിൽ അടിസ്ഥാനത്തിലാണ്. അഷ്വേർഡ് പെൻഷനിൽ അടിസ്ഥാന ശമ്പളത്തിന് 50% തുക പരമാവധി പെൻഷൻ ഉറപ്പാക്കും. പരമാവധി പെൻഷൻ 50% ഉറപ്പാക്കും. ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് എന്നുള്ളതാണ്. എന്നാലും അക്കാര്യത്തിലും ചില വ്യക്തത വേണം. അതൊരു ഓപ്ഷനാണ്. പഴയ പെൻഷൻ സ്കീമിൽ നിൽക്കുന്നവർക്ക് ആ സ്കീമിൽ തന്നെ നിൽക്കാം, പുതിയ സ്കീമിലേക്ക് മാറേണ്ടവർക്ക് മാറാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ തുക ഓഹരി വിപണിയിൽ നിക്ഷേപിക്കും. ആ വിപണിയുടെ ഗതിക്ക് അനുസരിച്ചായിരിക്കും അത്. എന്നാലും ഈ 50% കിട്ടുമെന്നാണ് സർക്കാർ ഉറപ്പ് പറയുന്നത്. അലക്സ് റാം ഓമിച്ചിരുന്നു. അലക്സ്, ഈ ആശമാർക്കും അങ്കണവാടി ജീവനക്കാർക്കൊക്കെ 1000 രൂപ വീതം കൂട്ടുന്നുണ്ട്. ആശമാരുടെ സമരം അത് വലിയ സമരമായി നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ അവതരിപ്പിച്ച മിനി ബജറ്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിച്ച പ്രഖ്യാപനങ്ങളിൽ വളരെ നാമമാത്രമായി അതിലവർ വലിയ പ്രതിഷേധം അറിയിച്ചതുമാണ്. അവരോട് സംസാരിക്കാൻ കഴിഞ്ഞോ? മാസം 1000 രൂപ എന്നുള്ളത് അവരുടെ സമരവിജയമായും അവർക്ക് തൃപ്തിയാണോ ആ വർധന? അലക്സ്. ഹാഷ്മി, അതിൽ വലിയ സംശയമുണ്ട്. കാരണം ആശാപ്രവർത്തകർ ഈ സമരരംഗത്തേക്ക് വന്നത് തന്നെ അവരുടെ പ്രതിമാസ ഓണററി 21,000 രൂപയെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചായിരുന്നു. നിലവിൽ അത് 7,000 മാത്രമാണ്. അതിൽ നിന്നുള്ള വർധനവാണ്, അതിൽ നിന്ന് കാര്യമാത്രമായ വർധനവാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ ആശമാരുടെ പ്രതിമാസ വേതനത്തിൽ വരുത്തിയിരിക്കുന്ന വർധന 1000 രൂപ മാത്രമാണ്. പക്ഷേ അത് ആ വിധത്തിൽ അവർ സ്വാഗതം ചെയ്യുമോ എന്നുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം അവരോട് തന്നെ ചോദിക്കണം. പക്ഷേ അവരത് എങ്ങനെ സ്വാഗതം ചെയ്യുന്നുള്ള കാര്യം തർക്ക വിഷയമാണ്. അവരുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത് നാമമാത്രമായ വർധന, ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇത്തരം ചെറിയ പ്രഖ്യാപനങ്ങൾ നടത്തി അവരെ കബളിപ്പിക്കാൻ നോക്കണ്ട എന്നുള്ളതാണ് ആശമാരുടെ പൊതുവെയുള്ള അഭിപ്രായം. ആശമാർക്ക് മാത്രമല്ല, അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപയാക്കി സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. ഈ ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. അങ്കണവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനം അത് 500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശമാരുടെ പ്രതിമാസ വേതനം 1000 രൂപയാക്കിയും പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം 1000 രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ 25 രൂപയുടെ വർധനവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനം 1000 രൂപയെ ഉയർത്തി. കരാർ ദിവസവേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ 5% വർധന വരുത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ അത് മുന്നോട്ട് പോകുന്നു. ഒപ്പം ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ 1000 രൂപ വർധന. പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം 1500 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. അത് 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ ഇത് 1000 രൂപയുടെ ഒരു വർധന ആശമാർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യം തർക്ക വിഷയമാണ്. അത് അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നത്. അവർക്കത് സ്വീകാര്യമല്ല, അല്ലെങ്കിൽ അവർ സ്വാഗതം ചെയ്തില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ആശമാരുടെ പ്രതികരണം, ഈ കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതികരണം അടക്കം നമ്മൾ അടുത്ത മണിക്കൂറുകളിൽ തേടും. എന്താണെങ്കിലും ആശമാർക്ക് ഒരു നേരിയ സ്കൂൾ പാചക തൊഴിലാളികൾ ആശമാരെ പോലെ സംഘടിക്കാനും മാത്രം ആവതില്ലാത്ത മനുഷ്യന്മാരായതുകൊണ്ടാണ് കേട്ടോ. അത്രയും വലിയ സംഖ്യയില്ല. പക്ഷെ അവരുടെ ഈ ആവശ്യം മിനിമം കൂലി 700 രൂപ ആക്കണമെന്നൊക്കെയുള്ള പ്രകടന വാഗ്ദാനമൊക്കെ മുന്നോട്ട് വെച്ചായിരുന്നു അവർ സമരരംഗത്തുണ്ടായിരുന്നത്. അവർക്കും ദിവസം അത്രയും നല്ലത്. പക്ഷേ ദിവസം 25 രൂപ വർധനമെന്നൊക്കെ പറയുന്നത് അവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വർധനമാണെന്ന് അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.